കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊരുകെട്ടവൻ മുടിക്കും. പേരുകെട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും. പേറ്റുനോവെടുത്ത തള്ള പള്ളിയിൽ കരൽ നിറക്കും. കോടികളെത്ര പാറി കോട്ടക്കൊത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല ഭാവി തന്റെ മക്കളിൽ. മാണ്ടുപോയി നീ കറുത്ത പോർക്കളങ്ങളിൽ അടിമയ്ക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ. എന്താണ് വരികൾ വളരെ വ്യക്തവും സ്പഷ്ടവുമാണ്. ചരിത്രത്തിൽ ഇടം പിടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ചെറുപ്പക്കാരെ വളരെ ഭംഗിയായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ സർഗാത്മകത കൊണ്ട് കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്ന വേടൻ എന്ന് പറയുന്ന ആളിന്റെ വരികളാണ് ഇത്. വേടൻ എന്ന് പറയുന്ന ആള് എല്ലാരും പറയും വേടൻ കഞ്ചാവാണ്, അല്ലെങ്കിൽ വേടന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. 6 ഗ്രാമാണ് കഞ്ചാവ് ആയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത്. അദ്ദേഹം ചെയ്തതിന് ആ തെറ്റിനെ തെറ്റ് തന്നെയാണ്, അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു വീട് പോലും നിറക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞ സ്ഥിതി വെച്ചിട്ട് 6 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു വീട് പോലും നിറക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു അറിവ്. അങ്ങനെയാണെങ്കിൽ പോലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ എന്തിനാണ് ഇത്രയും അധികം പരസ്യമായിക്കൊണ്ട് ആളുകൾക്കിടയിൽ വേടനെ കഞ്ചാവ് വലിച്ച് പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് പിറകിലൊരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം. എന്ന് വെച്ച് കഴിഞ്ഞാല് വേടന്റെ ജാതി, വേടന്റെ നിറം, ഇതൊക്കെ തന്നെയാണ് വേടനെതിരെയുള്ള ആളുകൾ കൂട്ടമായിക്കൊണ്ട് വേടനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാളെ പോലെയുള്ളവരെ ഇതാക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. അവസാനം രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പോലീസ് പുതിയൊരു കാര്യമായിട്ട് ഇറങ്ങിയിട്ട് പുലിപ്പല്ല് കിട്ടിയെന്നുള്ളത്. ഇനി പുലിപ്പല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനുണ്ടായിരുന്നു. ആ നടന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കേസ്? എവിടെയായിരുന്നു ആ കേസ് ഇപ്പോൾ എത്തിപ്പെട്ടത്? ഇതെന്താ സംഭവം എന്ന് പറയാം. ഇപ്പൊ വേടം എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഈ എന്താ പറയാ ഇതിന് എന്താ റാപ്പാ അതിന് പറയാ? അതെ അതെ, ഈ അങ്ങനത്തെ ഷോസ് ഒക്കെ വരുന്നു, ആള് പോപ്പുലാരിറ്റി നേടുന്നു. അതിന്റെ ഇടയിൽ ആള് കുറച്ച് ഭരണകൂടത്തെ വിമർശിക്കുന്നുണ്ട്. അല്ല, ഭരണകൂടത്തെ മാത്രമല്ല, വ്യവസ്ഥിതിയെയാണ് വിമർശിച്ചത്. എന്ന് വെച്ചാല് അയാള് ജീവിച്ചു പോരുന്ന സ്ഥലത്തെ തൃശ്ശൂരിലെ ഒരു ചേരിയിൽ ജീവിച്ചിരുന്ന വ്യക്തി ഇന്ന് ലോകം കാണുന്ന രീതിയിലേക്ക്, അങ്ങനെ തന്നെ പറയണം, ലോകം കാണുന്ന രീതിയിലേക്കാണ് വേടൻ എന്ന് പറയുന്ന ആള് ഉയർത്തപ്പെട്ടത്. അതിനെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ മലയാളിയുടെ പൊതുസ്ഥിതി എന്താണെന്ന് അറിയോ? മലയാളിയുടെ പൊതുസ്ഥിതി എന്ന് പറയുന്നത് വേടൻ എന്ന് പറയുന്ന ആള് അയാളിങ്ങനെ വളർന്നു വരുമ്പോ പറയും പാവം ചേരിയിൽ നിന്ന് വന്നതല്ലേ. ഇത് ഒരു ലെവല് കടന്ന് അതിന്റെ മുകളിലേക്ക് കയറിയപ്പോ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് പോയപ്പോ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അസൂയാണ്. ഇവനെ എന്നെക്കാളും വളർന്നു എന്ന് പറയുന്ന ഒരു തോന്നലാണ്. അപ്പൊ അവന്റെ ജാതി പ്രശ്നമായി, അവന്റെ നിറം പ്രശ്നമായി, ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ വേടനെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത്, വേടനെ ഇതാക്കാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ മനസ്ഥിതിയാണ്. ഞാൻ പറയട്ടെ, രഥീന ഒരു സിനിമ ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ. ആ സിനിമയുടെ പേരറിയോ? പുഴു എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ പുഴു എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം, ആ കഥാപാത്രമാണ് ഇന്ന് കാണുന്ന മലയാളികളിലെ ഒരു 60-70% ആളുകളുടെയും പൊതു സ്വഭാവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പൊതു ഇതിൽ പറയുമ്പോൾ അവരെല്ലാത്തിലും അങ്ങനെ അടിപൊളിയാണ്, സംഭവമാണ്, ഒരു പ്രശ്നമല്ല, എല്ലാരും ഒന്നാണെന്നൊക്കെ പറയുകയും ഉള്ളില് തനി ജാതി രാഷ്ട്രീയം വെച്ച് നടക്കുന്ന ആളുകളാണ്. ജാതി മാത്രമല്ല, എല്ലാത്തിനും മതവും എല്ലാതും കൂട്ടിക്കലർത്തി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോ അത് ആ സിനിമയെ അംഗീകരിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു വിഭാഗം ആളുകളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നു എന്ന ബോധം എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ്. ആ സിനിമ ഞാൻ ഈ കണ്ടത് വെച്ച്, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ ഏറ്റവും വെറുപ്പുളവാക്കിയിട്ട് എനിക്ക് തോന്നിയൊരു സിനിമയാണത് എന്ന് പറഞ്ഞത്. അയാളിലെ ഉള്ളിലെ രാഷ്ട്രീയമാണ് അത് പറഞ്ഞത്, അയാളിലെ ഉള്ളിലെ ആ ഒരു തീവ്രതയാണ് അത് പറഞ്ഞത്, എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഞാൻ പറയാം, പുഴു എന്ന് പറയുന്ന സിനിമ ആസാദ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ, നല്ല സിനിമയാണ്. അതും ഇതേ ഒരു വ്യവസ്ഥിതിയെയാണ് എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ രാഷ്ട്രീയം അല്ലെങ്കിൽ പൊതു മലയാളികളുടെ സ്വഭാവമാണ് വേടനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വേറെ പ്രശ്നമുണ്ടല്ലോ സിഫെ, ഇദ്ദേഹം ഇപ്പൊ ഈ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് വളരെ ആധികാരികമായിട്ട് ആൾ പറയുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചു എന്ന്
പക്ഷെ അത് വലിയ പ്രശ്നം തന്നെ അല്ല. വേടൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. അവിടെ കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളതല്ല. അയാൾ കഞ്ചാവ് ഉപയോഗിച്ചു അല്ലെങ്കിൽ അയാൾ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോ തന്നെ ഞാനിവിടെ പറയുന്നത് വെച്ചാൽ ഞാൻ മദ്യപിക്കാറുണ്ട്, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട്. ഇല്ല, ആള് പറഞ്ഞു. ആള് ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ഇപ്പോ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കാറില്ല, പക്ഷെ മദ്യപിക്കാറുണ്ട്, സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല, മദ്യപിക്കാറുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ നിങ്ങൾ എന്തിനാ ഡിഗ് ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, ഇദ്ദേഹം നടത്തുന്ന ഷോകളൊക്കെ ഇവര് നടത്തുന്ന ഇപ്പൊ ഈ പറഞ്ഞ പല റാപ്പ് മ്യൂസീഷ്യൻസ് അതുപോലെ തന്നെ പാർട്ടി മൂഡിലുള്ള പ്രോഗ്രാമുകളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയില് കൃത്യമായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് യുവാക്കളെ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നുണ്ട്, ഡാ മക്കളെ നിങ്ങൾ സിന്തറ്റിക് ഉപയോഗിക്കലേട്ട മക്കളെ, സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കലേട്ട മക്കളെ, ഏറ്റവും വലിയ അപകടകാരിയാണ് കേട്ടാ, ഉപയോഗിക്കല്ലേ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളതാ. എന്നോട് ഒരുപാട് മാതാപിതാക്കൾ വിളിച്ച് പറയുന്നുണ്ട് ഇവരെ കൊണ്ട് ഇത് ഉപയോഗിക്കല്ലേ. എന്നോട് ഒരുപാട് പേരൻസ് വിളിച്ച് പറയുന്നുണ്ട്. അവർ കരഞ്ഞുകൊണ്ടാ പറയുന്നത്, മക്കളെ നിങ്ങൾ ഉപയോഗിക്കലേട്ടാ, കൊല്ലുന്ന സാധനമാണ് കേട്ടാ എന്ന് കൃത്യമായി. ചിലപ്പോൾ അയാൾ അതൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അയാൾ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാവാം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പറയുന്നത്. അതിനെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു വിഭാഗം ആളുകളാണ് ഇതിനെതിരെ വലിയ പ്രശ്നമുണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.